Hello, good evening and welcome to Super Prime Time Live Show 3 in 1 in association with Time Express Cargo and Talrop, gift sponsored by Dubai Crocodile Park, Green Olives Beauty Salon and the special gift hamper from Ujala. Okay, അപ്പോൾ നമ്മൾ Tuesday ഒരു പ്ലാനും ഇല്ലാതെ ഒരേപോലത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നതിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ സർപ്രൈസ്ഡ് ആണ്. ദിസ് ഇസ് മീ സിമി, ദിസ് ഇസ് സുജീത. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്യൂസ്ഡേ ആയിരിക്കുവാണ്. ഈ ഒരു വർഷം പോകുന്നതിന്റെ യാതൊരു ഇതില്ല, ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഇപ്പൊ തന്നെ സ്കൂൾ അടയ്ക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത മാസം ആക്ച്വലി കുറച്ച് അവധി വരുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ഒരു 1 വീക്ക് ഹോളിഡേസ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സ്കൂൾസ് ഒക്കെ മിക്കതും ജൂൺ എൻഡോട് കൂടി അവധി കിട്ടും. അപ്പൊ നാട്ടിലോട്ട് പോകുന്നതിന്റെ റഷസ് ഉണ്ടാവും. ഹലോ, അതെ, അതുപോലെ തന്നെ നമ്മുടെ UBL ബിസിനസ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. നാളെയാണ് UBL ബിസിനസ് സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പോൾ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ കുറച്ച് പറയുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ബിസിനസ് സമ്മിറ്റ് എന്ന് പറയുന്നത് ഇത് ഫ്രീ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അത് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കേട്ടോ. ഇതിന്റെ സ്പീക്കേഴ്സിനെ പറ്റി ഒന്ന് പറയാം. സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മഹേഷ് കാപ്പിൽ, ബിസിനസ് മെന്റലിസ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ സ്വന്തം ചെയർമാൻ ബിബി ജോൺ. അതിന്റെ ബിസിനസ് സബ്മിറ്റ് ചാപ്റ്റർ 3 ആണ് നടക്കുന്നത് ഈ വരുന്ന മെയ് 29 വെനസ്ഡേ, ദാറ്റ് ഇസ് ടുമോറോ, വൈകുന്നേരം 6:30 മുതൽ 9:30 വരെ ലാവൻഡർ ഹോട്ടൽ അൽനാദയിൽ വെച്ചാണ് നടക്കുന്നത്. കണക്ട് ആൻഡ് കൊളാബറേറ്റ് ഇൻ ബിസിനസ് എന്ന വിഷയത്തെ പറ്റി വിവിധ സ്പീക്കേഴ്സ് സംസാരിക്കുന്നു. UBL ബിസിനസ് സബ്മിറ്റ് ചാപ്റ്റർ 3 പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞാനൊന്ന് പറയാം, 971-422-0299 അല്ലെങ്കിൽ 056-422-0300. ഈ 2 നമ്പറിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റേർഡ് സീറ്റ്സിന് മാത്രമായിരിക്കും അകത്ത് പ്രവേശിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. മഹേഷ് കാപ്പൽ ഈസ് എ ബിസിനസ് മെന്റലിസ്റ്റ്. ഡോക്ടർ ബിബി ജോണിന്റെ ചെയർമാൻ ഓഫ് UBL ഗ്രൂപ്പ്. ഡോക്ടർ ജോൺസ് ജോസഫ് ഉണ്ട്, നമ്മുടെ ഡയറക്ടർ ആൻഡ് CEO ഓഫ് ടാൽറോപ്പ്. നമ്മളെപ്പോഴും ടാൽറോപ്പിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ റീം ഖാൻ ഉണ്ട്, ഡയറക്ടർ ഓഫ് GCC ഓപ്പറേഷൻസ് ടാൽറോപ്പിന്റെ. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നാളെ ഈ ബിസിനസ് സമ്മിറ്റിന്റെ സ്പീക്കിംഗ് പറയുന്നത്. അപ്പോൾ ശരിക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് ഓൾവേസ് കൊളാബറേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ഇസ് സോ ഇമ്പോർട്ടന്റ്. സോ ഇങ്ങനെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക, ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് നാളെ നിങ്ങളെ എല്ലാവരും ലാവൻഡർ ഹോട്ടലിൽ കാണാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്പേഴ്സ് ആക്ച്വലി ഇപ്പം സ്ക്രീനിൽ ഇടയ്ക്ക് കാണിക്കും. ഇഫ് യു ഹാവ് ഡൗട്ട്, നിങ്ങൾക്ക് നമ്മുടെ UBLന്റെ ഫേസ്ബുക്ക് പേജ്, സോഷ്യൽ മീഡിയ പേജസ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഇൻ Instagram ആൻഡ് ഫേസ്ബുക്ക്. ചെക്ക് ഔട്ട് ദെയർ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ UBL ബിസിനസ് സബ്മിറ്റ് ചാപ്റ്റർ 3യെ കുറിച്ച് പറയാനുള്ളത്. കമ്മിങ് ബാക്ക് ടു ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടായിരിക്കും എല്ലാവർക്കും ഇരിക്കുന്നത്. ഇന്ന് കുറേ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. എന്തെങ്കിലുമൊക്കെ കേട്ടോ? അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് ലൈക്ക് നമുക്കൊരു മിഡ് ഓഫ് ദ മന്ത് ഇയർ ആയി തുടങ്ങി അല്ലേ? നമ്മൾ ജൂണിലേക്ക് എത്തി തുടങ്ങി. നമ്മുടെ എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ജൂൺ. നൈസ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറയും. നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞങ്ങനെ വരുമ്പോ കഴിയുമ്പോ അതങ്ങനെ പോയി ചെറുതായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ മിഡ് ഓഫ് ദ ഇയറിലേക്ക് വരുമ്പോ സിമി എന്താണ് ഒരു ബർത്ത്ഡേയും കൂടെ അല്ലേ, എന്താ ഒരു പുതിയ എക്സ്പെക്ടേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ ന്യൂ ഇയറിൽ സാധാരണ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നോ? അതൊന്നും നടക്കാതെ ഇപ്പൊ ഹാഫ് ഓഫ് ദി ഇയർ ആവുമ്പോൾ എന്തെങ്കിലും ഇനി പ്ലാൻസ് ഉണ്ടോ? പ്ലാൻസ് ഉണ്ട്. എൻ്റെ ഒത്തിരി പ്ലാൻസ് ഉണ്ട്. അതായത് ഒത്തിരി പ്ലാനുകളുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായി. സോ ഐ എം പ്ലാനിങ് ഫോർ ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയാൽ കൊള്ളാമെന്നുണ്ട്. യൂഷ്വലി ഐ ഗോ ഔട്ട് വിത്ത് ഫാമിലി ട്രിപ്സ്. ഫ്രണ്ട്സിനോട് പോവാറുണ്ട്. ബട്ട് അതൊരു ആഗ്രഹം ഉണ്ട്. അതൊന്ന് നടത്താൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യും. പിന്നത്തെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെല്ലാം തന്നെ എഴുതി വെച്ച് അത് ഒന്നും തന്നെ മിസ്സാകാതെ ചെയ്യാൻ ശ്രമിക്കും. കാരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ ഇടയ്ക്ക് ഇന്ന് കണ്ട വാർത്തകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ കണ്ട ഒരു വാർത്തകളിൽ ഏറ്റവും എനിക്ക് ശ്രദ്ധയിൽ ആകർഷിക്കപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് പറയട്ടെ. ക്യാൻസിൽ നടന്ന ഇത് മറ്റേ മൂവിയുടെ കുറെ അവാർഡ്സിന്റെ ഒരു ഇതിന്റെ അകത്ത് ആക്ച്വലി നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കനി കുസൃതി, അതുപോലെ തന്നെ മറ്റേ കുട്ടിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല, ഷീ ഈസ് ഓൾസോ ക്വൈറ്റ് ക്യാൻസർ നോക്കിയാൽ മതി. അതിനകത്ത് അഭിനയിച്ചിരുന്നു. അതിനകത്ത് അവർക്ക് അവിടെ പോയി സാധാരണ നമ്മൾ ക്യാൻസറിന്റെ പിക്ചേഴ്സ് കാണുമ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് ഐശ്വര്യ റായ് ബച്ചന്റെ പടം അല്ലെങ്കിൽ
നമ്മൾക്ക് തന്നെ ഇന്ത്യയിൽ നിന്ന് അറിയാവുന്ന, ഇന്ത്യയിൽ നിന്ന് പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വലിയ വലിയ സുന്ദരികളായ സിനിമാ നടികൾ ഇങ്ങനെ നല്ല നല്ല ഗൗൺസും ഒക്കെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അവരുടെയൊക്കെ ഒരു എന്താ പറയുക, സെലിബ്രിറ്റി ആയിട്ട് ജനിക്കാൻ പറ്റാന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഇസ് സംതിങ്. അങ്ങനത്തെ സെലിബ്രിറ്റി കേട്ടോ, ആ ലെവൽ ഐ എം ടോക്കിംഗ് അബൌട്ട്. ഇന്ത്യൻ ആക്ടർ പായൽ കപ്പാടി ഉണ്ടായിരുന്നു. പായൽ കപ്പാടി ഉണ്ടായിരുന്നു. മലയാളി ഒരാളും കൂടെ ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മളുടെ ഈ കനി കുസൃതിയുടെ ഔട്ട്ഫിറ്റിനെ, ഒരു ഐവറി ഔട്ട്ഫിറ്റ് ആണ് ഇട്ടിരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യാം. ഷി വാസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഷി ഈസ് നോട്ട് എ വെരി ഫെയർ ഗേൾ, ബട്ട് ഈവൻ ദോ അവളുടെ ആ ടോണിലൊക്കെ അമേസിങ് ആയിരുന്നു. അതിലുപരി അവരെ ശ്രദ്ധിക്കപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സിംബൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, വാട്ടർമെലൻ്റെ സിംബലാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് കാണിക്കേണ്ടത്. ഇപ്പൊ കനി കുസൃതി എന്നുള്ള ഒരു ക്യാരക്ടർ തന്നെ ഇപ്പൊ നമ്മൾ യൂട്യൂബിലാണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്താലും അവരുടെ ആ ഒരു റിബൽ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറായിട്ടാണ് അവർ ഓപ്പൺ ആയിട്ട് എല്ലാം സ്പീക്ക് ഔട്ട് ചെയ്യുന്നത്. അവർ ആക്ച്വലി മൈത്രേന്റെ മോളാണ്. ഓക്കെ, അപ്പം അവര് ഈ എല്ലാ ഡ്രസ്സിങ്ങും അത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നു. കയ്യിൽ അവർ ഫോട്ടോയ്ക്ക് എല്ലാം പോസ് ചെയ്തത് ആ വാട്ടർമെലൻ ബാഗ് കാണിച്ചുകൊണ്ടാണ്, ടു ഷോ ഹർ സപ്പോർട്ട്. സോ ഷീ ഈസ് അത്രയ്ക്കും എത്ര വലിയ വേദി കിട്ടിയാലും അവരത് കാണിക്കാൻ ഒരു മലയാളി പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക്, യുനോ വെൻ വി ടോക്ക് അബൌട്ട് മലയാളീസ് ആർ എവ്രിവെയർ അല്ലേ, അപ്പോൾ അത് അവിടെ പോയി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മറ്റേ ഒരു മലയാളി കുട്ടി, ഷീ ഈസ് ക്വൈറ്റ് വെരി ഫേമസ് ആക്ട്രസ്, പേര് കിട്ടുന്നില്ല. എനിക്ക് ദിവ്യരാജൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാൻസൽ പോയത്. കോളേജിനോട് എല്ലാവരോടും ചോദിക്കാം. അപ്പൊ അതിനകത്ത് നല്ല കുറെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട് വേർ കനി ഇസ് ഹോൾഡിംഗ് ദ വാട്ടർമെലൻ ബാഗ്. നമുക്കൊരു ഹലോ 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 ഹലോ. ആ മാലിക്, എന്നാ ഉണ്ട് വിശേഷം? മാലിക്കിന്റെ അടുത്ത് ചോദിച്ചറിയോ നോക്കായിരുന്നു. മാലിക് കണ്ടായിരുന്നോ ക്യാൻസിലെ മറ്റേ കനി കുസൃതിയുടെ ഒക്കെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നോ? ഇമേജസോ? ക്യാൻസ് ഫെസ്റ്റിവലില്, മൂവി ഫെസ്റ്റിവലില് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കനി കുസൃതിനെയൊക്കെ അറിയാവോ? കണ്ടില്ല. അതിനകത്ത് ഒരു മലയാളി നടിയും കൂടെ ഉണ്ട്, അവരുടെ പേരെന്താന്ന് ചോദിക്കുമായിരുന്നു. ദിവ്യപ്രഭ. ദിവ്യപ്രഭ, ദിവ്യരാജ്. ദിവ്യരാജ്, ഞാൻ അന്നാരാജ് എന്ന് പറഞ്ഞു പോലെ എനിക്ക് തോന്നി. ദിവ്യപ്രഭ, അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നു. ദിവ്യ ഉണ്ടായിരുന്നു. ദിവ്യപ്രഭ. ഓക്കെ, നല്ല നല്ല കുറെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവരുടെ ബാഗിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. She was supporting Palestine. Looking really nice. She was looking really nice. നല്ല ഭംഗിയുണ്ട്. തലവൻ കണ്ടോ? ഇവിടെ ഇറങ്ങിയോ തലവൻ? ലാസ്റ്റ് വീക്കിൽ ഏതൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്തോ ടർബോ. എങ്ങനെയുണ്ട് ടർബോ? ആണോ? ഭയങ്കര ഇടിയാന്ന് പറയുന്നത്. ചിലരൊക്കെ ഒരു ഇതിലും പറയുന്നു, അത് സൈഡിലും പറയുന്നു. നല്ലതും നല്ലതെന്ന് കുറെ പേര് പറയുന്നു. എന്തോ ആക്ഷൻ പടം. ലോജിക്ക് ചിന്തിക്കരുത്. വെച്ചിട്ട് പോണം. അതെല്ലാം വെച്ചിട്ട് നമുക്ക് മാലിക് ലോജിക്ക് വീട്ടിൽ വെച്ചായിരുന്നോ? ഞാൻ വീട്ടിൽ വെച്ചിട്ടാ. അപ്പൊ ലോജിക്ക് വെച്ചിട്ട് വേണം പോവാനായിട്ട് അല്ലേ? വൈറ്റാ സിനിമ. എന്തോ മധുരരാജ പോലെ ഒരു പടം. മധുരരാജ പോലെ ഒരു പടം. ഇനിയിപ്പം തലൈവൻ എന്ന് പറഞ്ഞ പടം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എനിക്ക്. തലൈവൻ ദുബായിൽ മാത്രമേ റിലീസായുള്ളൂ എന്ന് തോന്നുന്നു. ആണോ? ഓക്കെ, ഇവിടെ ഇച്ചിരി പ്രശ്നമുണ്ട് റിലീസ് ആവാനായിട്ട്. അടുത്ത ആഴ്ച. അപ്പൊ അങ്ങനെ അത് നല്ല റിവ്യൂസ് കേൾക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് അല്ലേ? നമുക്ക് ഇനിയിപ്പോ വരാനുള്ളത് ഇതുണ്ടല്ലോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി വരാനുണ്ട്. ആണോ? 31st നമ്മള് ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി പറഞ്ഞോളൂ. അതെ, നമ്മള് ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് മാലിക്. അടുത്ത ഫിലിമിന് നമ്മുടെ കൂടെ ആവാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാ ഫിലിമും പോയി കാണുന്നല്ലേ. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ UBL ടീമിന്റെ കൂടെ അടുത്ത ഫിലിം കാണാം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നമ്മുടെ ഇതിൽ കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അതിൽ നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അതിൽ നിന്ന് സെലക്ട് ആകുന്നവർക്ക് ഒരു കപ്പിൾ ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. 2 കോളേഴ്സിന് കൊടുക്കാം, ഒരെണ്ണല്ലേ, രണ്ടുപേർക്ക് കൊടുക്കാം. അതെ. ഓക്കെ, അപ്പം നമ്മളിപ്പോ ഇന്ന് പറയുമായിരുന്നു 1 വർഷത്തിന്റെ പകുതിയായി. അപ്പോ നമ്മുടെ തുടക്കത്തിൽ പലരും റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ ഇനിയിപ്പോ പകുതിക്ക് വല്ലതും എടുക്കാൻ പ്ലാൻ ഉണ്ടോ? അതുവരെ നടക്കാത്ത എന്തെങ്കിലും ഒന്നുമില്ല. ഒരു റെസൊല്യൂഷനും ഇല്ല. കല്യാണം കഴിക്കാനായിട്ട് ഈ വർഷം തന്നെ ഞാൻ തീരുമാനിക്കുന്നു, അങ്ങനെ വല്ലതും തീരുമാനിക്കുന്നോ? ഈ വർഷം തന്നെ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചായിരുന്നോ? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്തോ സമയമാകുമ്പോ നടക്കും. ആണോ?
ഓക്കെ എന്ത് പോസിറ്റീവ് ആയിട്ടല്ലേ തിങ്ക് ചെയ്യുന്നത്. നമ്മളെ ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഡെയിലി നമ്മള് മാലിക്ക് വിളിക്കുന്ന, മാലിക്കിലെ കാണണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും കാണും കേട്ടോ. എന്തോ അല്ല അത് ഈ വർഷം തന്നെ നടക്കണമെന്നില്ല. ആ. ഞാൻ പറഞ്ഞില്ലേ സമയമാകുമ്പോ നടക്കും. അല്ല, നമ്മൾ തീരുമാനിച്ചിട്ട് ചിലപ്പോ അടുത്ത വർഷത്തേക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. അതെ ഒരു 2025 നല്ല ഇയർ അല്ലേ? ഞാൻ ആവുമ്പോ അറിയിക്കാം. ആ, ആ, അറിയിക്കണം. 2025. പിന്നെ ഭാര്യയായിട്ട് വേണം ഞങ്ങളെ വിളിക്കാൻ. അതെ, വിളിക്കാം എന്നിട്ട് വിളിക്കും. അതെ, ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ മാലിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ? പോ. ഓക്കെ, നമുക്ക് എന്നാ സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞു. നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ തീമിലാണല്ലേ എല്ലാവരും. ബാക്ക്ഗ്രൗണ്ടും നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് ഞാൻ ആൻഡ് ഇടയ്ക്ക് വൈറ്റ്. അങ്ങോട്ട് നോക്കുന്നില്ല. ചെസ് സ്റ്റാർട്ട് പറഞ്ഞോ? അതിനെയും കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിക്കും. സ്റ്റോപ്പ്. മറന്നുപോയത് GK. GK. അമ്മ എന്ത് ഉണ്ട്, ഉണ്ട്, അടുത്തുണ്ട്. ഓക്കെ, സെറ്റ് ആണെന്ന് അർത്ഥം. അപ്പൊ GK നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻസിന് തുടങ്ങാം. ആ. മാലിക്കിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് GK ഒക്കെ അല്ലേ മാലിക്? അമ്മയ്ക്ക് ഇഷ്ടം, ആ. ഇമേജ് ഇഷ്ടം. ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, പെൻസിലിൻ കണ്ടുപിടിച്ച സ്കോട്ടിഷ് ബാക്ടീരിയോളജിസ്റ്റ് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ആർക്കിമിഡർ. ഇത് അറിയാവുന്നതായിരിക്കും. പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ. പണ്ട് നമുക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു. GK എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസും ഇതെല്ലാം കൂടെ ഈ GK ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം എങ്ങാണ്ട് പറയുമ്പോഴത്തേക്ക് എന്നെ പിള്ളേർ കളിയാക്കുമായിരുന്നു. അതല്ല, വേറൊരു സ്ഥലം ഉണ്ടോ, മിസിസിപ്പി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടോ? അതെന്തോ ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? മിസിസിപ്പി മിസിസിപ്പി എന്ന് പറയുമ്പോ ഇങ്ങനെ എന്തോ സിമി എന്നുള്ളതിന്റെ പേര് കൊണ്ടായിരിക്കും മിസിസിപ്പി. മിസിസിപ്പിയുടെ ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി. ക്വസ്റ്റ്യൻ പറഞ്ഞു, ആൻസർ ആൻസർ മാത്രം അറിയത്തുള്ളൂ. കാരണം എന്നെ അത് ആ പേര് പറയുന്നോണ്ട് എനിക്കറിയാം മിസിസിപ്പി. അപ്പൊ അടുത്ത പോരട്ടെ. മിസിസിപ്പി. ഇനി അത് ക്വസ്റ്റ്യൻ എന്താ നോക്കുന്നത്, ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പിന്നെ എളുപ്പമുണ്ട്. ഓക്കെ, സ്റ്റോപ്പ്. വീണ്ടും GK. വീണ്ടും GKക്ക് വേണ്ടി മാത്രം ജനിച്ച ബാലിക്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും GK എന്ന് ചോദിക്കുന്നതാണ്. ദേശീയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ, ലക്നൗ, ന്യൂഡൽഹി. ഈ ലക്നൗ അതന്നെ അങ്ങനെയാണ് എഴുതണ്ടേ? ലക്നൗ എന്തുപോലുണ്ടല്ലോ. ന്യൂഡൽഹി. ഓക്കെ, നമുക്ക് നോക്കാം. അടിപൊളി. അപ്പൊ ഇനി ലാസ്റ്റ് മാലിക്ക്, നിങ്ങൾക്ക് കോൾഡ് ഒക്കെ വന്നായിരുന്നു ഈ ഇടയ്ക്ക്? പനി, കോൾഡ് ഇല്ലല്ലേ? കുറച്ച് നാളല്ലേ. വരാതിരിക്കട്ടെ. കാരണം ഈ ഞങ്ങളുടെ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും കോൾഡ്. ഞങ്ങൾ രണ്ടും ചുമയായിരുന്നു. കോൾഡ് ഒക്കെ ട്രാവൽ ചെയ്തില്ലെങ്കിലും മൊത്തത്തിൽ ഇപ്പൊ കോൾഡും ഫീവറും. എനിക്ക് പിന്നെ സ്കൂളിൽ ഇഷ്ടം പോലെ പിള്ളേർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വരുന്നുണ്ടല്ലോ. സ്കൂളിൽ നിന്ന് കൊണ്ടുവരും, എല്ലാവർക്കും തരും. അതെ, എനിക്കത് അത്രയൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പൊ അടുത്ത സ്റ്റാർട്ടും സ്റ്റോപ്പും പറ. സ്റ്റോപ്പ്. അടിപൊളി. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി നാദിഷയുടെ എത്രാമത്തെ ചിത്രമാണ്? 5, 6, 7, 5, 6, 7. അടിപൊളി, ഈസിയാണ്. ഓപ്ഷൻ A 5. ഓക്കെ, അപ്പൊ നാദിർഷയുടെ ബാക്കി 4 സിനിമകളും കൂടെ പറ. അതിങ്ങനെ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു അത് 6 അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ട് പരിചയമുള്ളവർക്ക് കണ്ടുപിടിക്കാം. 5, 6, 7 സീരീസിൽ വരുമ്പോഴേക്കും. 6 ആയിരുന്നു കേട്ടോ മാലിക്ക്. അതാണ്, ഏതോ ഒരെണ്ണം ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. അതാണ്, അങ്ങനെ വിടേണ്ട ആളല്ലല്ലോ. അമ്മേന്റെ അടുത്ത് വിളിക്കാൻ പറയൂ കേട്ടോ. അതെ, നാദിർഷയുടെ ഫിലിം ആണത്. ഹലോ, അപ്പോ ഇല്ല, ആരുമില്ല. 31 ഈ വരുന്ന 31 അതിന്റെ റിലീസ് വരുന്നത്. നമുക്ക് അതിന്റെ അകത്തുള്ളതെന്ന് പറയുന്നത് നമ്മുടെ അർജുൻ അശോകൻ, മുബിനം റാഫി, ദേവിക സഞ്ജയ്, റാഫി, ബൈജു സന്തോഷ്, ഷൈൻ ടോം ചാക്കോ, ഇങ്ങനെ കുറെ പേരുണ്ട്. അടിപൊളി ഫിലിം ആയിരിക്കും. അപ്പൊ എന്തായാലും 31 നമ്മുടെ UBL ടീമുമായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റാർ ഗാലറി സിനിമാസിലായിരിക്കും. അപ്പോൾ ഫ്രൈഡേയും സാറ്റർഡേയും നിങ്ങൾക്ക് ഇതിന്റെ ടിക്കറ്റ്സ് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്നാ ചെല്ലുന്നതെന്നുള്ളത് പറഞ്ഞു വെച്ചാൽ മതിയോ. അപ്പൊ എല്ലാം സെറ്റാണ്. UBL കൂടെ ഇരുന്നായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി
നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന പക്ഷേ ഉണ്ടല്ലോ നമ്മള് വിളിക്കുന്ന എല്ലാവരോടും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. അതാണ് മാത്രമേ ഉള്ളൂ. അതാണ് ഭയങ്കര ക്വസ്റ്റ്യൻസ്, പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കൊരു പാടുണ്ട്. ഹലോ ഹലോ, എന്ത് പറയുന്നേ? എന്നാ ഉണ്ട്? എന്ന് നാട്ടിൽ പോകുന്നേ? നാട്ടില് മൂന്നാം തീയതി രാത്രി. 3-ാം തീയതി. മൂന്നാം തീയതി രാത്രി. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ മാസം പോകുന്നത് നല്ലതാ. ജൂലൈ ഒക്കെ ആകുമ്പോൾ എയർപോർട്ടിലോട്ട് അടുക്കാൻ പറ്റത്തില്ല. അതാണ് സ്കൂൾ അടയ്ക്കും. ഇപ്പൊ നാട്ടില് നല്ല മഴയും കൂടെ അല്ലേ? ആണോ? ഭയങ്കര മഴയായിട്ടുണ്ട്. ആണോ? അപ്പം നാട്ടില് മഴയൊക്കെ നാട്ടിൽ പോകും. അപ്പൊ ജൂലൈയിൽ പോകും. ജൂലൈയില് ഞാൻ പോകുന്നുണ്ട്. ഞാനും പോകുന്നുണ്ട്. ഞാൻ ജൂലൈ 10. ജൂലൈ ലാസ്റ്റ്. വേറെ ആൾക്കാരുണ്ട്. അല്ല, സിമി പോയി വരില്ലേ? അപ്പോഴേക്കും അടുത്ത ആള് വരും. ഞങ്ങളിന്റെ ബാക്ക് ടു ബാക്ക് ചെയ്ത് ഷിഫ്റ്റ് എടുക്കും. ഞാൻ ജൂലൈ 10 ഓഗസ്റ്റ് ആദ്യമേ തിരിച്ചു വരും. 23rd പോയിട്ട് ഓഗസ്റ്റ്. എന്റെ അനിയത്തിയുടെ കല്യാണം. അത് ശരി. സന്തോഷമായിട്ട് പോയിട്ട് വരണം. അതെ അതെ, സിമി അടിച്ചു പൊളിക്കാൻ പോകും. എന്റെ കുഞ്ഞനിയത്തിയുടെ. ഞങ്ങള് 4 പെമ്പിള്ളാരാ, 4ാമത്തെ ആള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഓക്കെ. ഈ നമ്മളീ പറഞ്ഞ പോലെ കൊറേ നാളായി ആക്ച്വലി ഞാനും കല്യാണമൊക്കെ കൂടിയിട്ട്. ഞാൻ എനിക്കൊന്ന് ഒരു 10 വർഷത്തിന് ശേഷം ലാസ്റ്റ് ഇയറിലാണ് പോയി നാട്ടിലൊരു കല്യാണം കൂടിയത്. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ പോയിട്ടില്ല. അതെ, പല റിലീജിയനും പല ടൈപ്പ് ഓഫ് കല്യാണ ഒരു ഫംഗ്ഷൻ ആണല്ലോ. നമ്മളെ കല്യാണം 3-4 ദിവസത്തെ കല്യാണം. ഞാൻ ഓർത്തഡോക്സ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടൊരു ഫുൾ കല്യാണം കണ്ടത് എന്റെ കല്യാണം തന്നെ. എന്താണ് കല്യാണം? ഞാനിങ്ങനെ അച്ഛൻ എന്നാ പറയുന്നതെന്ന് നോക്കി. നിങ്ങക്ക് പിന്നെ കുറച്ച് ലെങ്തി ആണല്ലോ. ഞങ്ങളുടെ ഒക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ പോയിരിക്കുക, കഴിഞ്ഞ് തീർന്നു. 5 മിനിറ്റ്സിനുള്ളിൽ പരിപാടി എല്ലാം തീർന്നു. നിക്കാഹുണ്ടല്ലോ അല്ലേ? അല്ല ഞങ്ങളുടെ പിന്നെ അന്ന് അച്ഛനൊരു പാട്ടൊക്കെ പാടും, സുന്ദരികളിൽ അത് സുന്ദരി നീ. അത് മാത്രം പാടും ഞങ്ങളൊക്കെ. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി നമ്മളെ വലിയ ഇതൊക്കെ ആക്കിയിട്ടാണ്. പിന്നെ പറയും, നീ കഴിച്ചില്ലെങ്കിലും നീ അവക്ക് കൊടുക്കണം. പറയുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എല്ലാത്തിലും അങ്ങനെ ആവണമെന്നില്ല. അതാണ് അത് മാത്രമേ സിമിയുടെ ശരീരത്തിൽ കാണുന്നുള്ളൂ. സിമിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളത്. പിന്നെ കഴിക്കാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? അച്ഛൻ നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. പറയുന്ന എല്ലാം ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അനുസരിക്കുന്നുണ്ട്. അങ്ങനെ അനുസരിച്ച ലോകമുണ്ട്. അതാണ് പല ആൾക്കാരുണ്ടെങ്കിൽ ജീവിതം. അതെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാനും. അത് പക്ഷെ ഒരു കാര്യം അറിയാവോ, ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുവാണ്, സുജി എന്ത് കഴിച്ചാലും വണ്ണം വെക്കത്തില്ല. ഞാൻ കഴിക്കുന്നവര് കാണാറുണ്ട്. സത്യം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിന്ന് കരച്ചിൽ വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺട്രോൾഡായിട്ട് കഴിക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു സാധനം കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഡു ഐ നീഡ് ടു ഈറ്റ്. ചില ആൾക്കാർ അതല്ല പെട്ടെന്ന് വണ്ണം വെക്കും. ഞാൻ വളരെ ചിന്തിച്ചൊക്കെയാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിന്നറൊക്കെ മിക്കവാറും ഇല്ല. ഐ മേ ഡ്രിങ്ക് സം ജ്യൂസ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ചിപ്സ് ഒക്കെ കഴിക്കാൻ കൊതിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും ഒരു ചിപ്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നത്. പക്ഷേ ബോഡി ഹാബിറ്റ്. പിന്നെ ചില സമയത്ത് മെലിഞ്ഞു തോന്നും, ചില സമയത്ത്. പക്ഷെ എനിക്ക് തീരെ മെലിഞ്ഞിരിക്കാൻ ഇഷ്ടവുമല്ല. ബട്ട് ദ തിങ് ഈസ് എന്നോടാ അതെ. അപ്പൊ ശൈലമ്മ, നമുക്കൊരു സ്പെഷ്യൽ ഇതും കൂടെ ഉണ്ടെന്ന്. നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി മൂവിന്റെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വിളിക്കുന്ന കോളേഴ്സിനെ എല്ലാവരും നമ്മൾ ലക്കി ഡ്രോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടുന്ന് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ 2 പേരും പേര് ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഇനി അവിടുന്ന് ലാസ്റ്റ് പിക്ക് ചെയ്യുന്നതായിരിക്കും. അതിനൊരു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള ഇതിന്റെ അകത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നേരത്തെ ചോദിച്ചായിരുന്നു, കേട്ടായിരുന്നോ? മാലിക്കിന്റെ അടുത്തൊന്നും തെറ്റിച്ചായിരുന്നു. ഞാൻ അന്നേരം ഓടിക്കൊണ്ടിരുന്നു. അപ്പൊ നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. ഓക്കെ. എവിടെ മൂവീസ് ആണോ? മൂവീസ് ആണേ. മൂവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും. ഞാനും വിചാരിച്ചു GK ആയിരിക്കും. വീണ്ടും മാലിക്കിനൊരു 3 GK ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ. നിവിൻ പോളിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച വർഷം? 2010, 2014, 2015. 2013, 14, 15 ആയിരുന്നു. 13, 14, 15 വിചാരിച്ചതാ. 14 ആണ്. ആണോ?
ഇപ്പൊ അറിയാം. ആണോ അല്ലയോ? ആ അപ്പം നിവിൻ പോളിയുടെ ഇപ്പം പുതിയ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ കണ്ടായിരുന്നു. അമ്മയെ കൊണ്ടുപോയിരുന്നോ കാണാൻ? ഞാൻ പോവില്ല, വിളിക്കും, ഞാൻ പോവില്ല. ആണോ? പോണ്ടേ? പക്ഷെ പോയാലും നമുക്ക് അത്രയും അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കേട്ടത്തില്ല. എനിവേ ഉത്തരവാണ് കേട്ടോ. 2014 തന്നെയായിരുന്നു. അത് ബ്രില്യന്റ് ആയിട്ടാണ് ആൻസർ ചെയ്തത്. പിന്നല്ല, അതെ, നടുക്കത്തെ. ഓക്കെ, അപ്പൊ അടുത്തത് വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റോപ്പ്. നമ്മളിങ്ങനെ നിൽക്കുന്നോണ്ടാണോ എന്തോ ഭയങ്കര ഇതിലാണ് കറങ്ങുന്നത്. ജി കെ എത്തിയല്ലേ? ഷോ വയ്യ. ജി കെ നോക്കട്ടെ, നോക്കാം. അപ്പൊ നമുക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ഓക്കെ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? ബെന്നി പി നായരമ്പലം, റാഫി, ഉദയകൃഷ്ണ. ആരാണ് തിരക്കഥാകൃത്ത്? ഉദയകൃഷ്ണ. ആ, അപ്പുറത്തെന്ന് പറയുന്നുണ്ടല്ലോ മൂവി വേൾഡ് എന്നൊക്കെ പറയല്ലേ? മാലിക്കിന്റെ പേര് മൂവി വേൾഡ്. ആയതുകൊണ്ട് നേരത്തായിരുന്നില്ല. അങ്ങനെയല്ല, നേരത്തെ ചോദിച്ചതും തെറ്റിച്ച്, ഇപ്പൊ ചോദിച്ചതും തെറ്റിച്ച്. അവൻ പറഞ്ഞതാണ്, മാലിക്ക് പറഞ്ഞതാണ്. ആണോ? റാഫിയാണ് അവൻ പറഞ്ഞത്. ഞാൻ അതായിരിക്കൂല റാഫിയുടെ മകന്റെ ഫസ്റ്റ് സിനിമയാണിത്. റാഫിയുടെ മകനാണ് ഇതിന്റെ ക്യാരക്ടർ. അപ്പൊ എന്തായാലും ഓക്കെ, നമുക്ക് അപ്പൊ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഇറങ്ങുമ്പം മാലിക്കിന്റെ അടുത്തുനിന്ന് കാണാൻ പറയും. ഓക്കെ. അപ്പൊ നമ്മള് വിളിക്കേണ്ട നമ്പർ 0423822491. നമ്മൾ 8:30 വരെ ഇവിടെ ഉണ്ടാവും, കൈ നിറയെ ക്വസ്റ്റ്യൻസുമായിട്ട്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഗിഫ്റ്റ് ഉണ്ടാവും. നമ്മുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു കപ്പിൾ ടിക്കറ്റ് ഉണ്ടാവും. അത് ആർക്കാ കിട്ടുന്നത്? വിന്നേഴ്സിൽ നിന്ന് ഒരാൾക്ക്. ഇപ്പൊ ഒരു വിന്നറെ ഉള്ളെങ്കിൽ ലക്ലി അവർക്ക് തന്നെ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ വിന്നർ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. ഏതാണോ ലക്കി ഡ്രോയിൽ നിന്ന് എടുക്കുന്ന ആ ഒരു നെയിം അവർക്കായിരിക്കും കൊടുക്കുന്ന കപ്പിൾ ടിക്കറ്റ്സ്. ഇനി നമ്മൾ മൂവി ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഏതിന്റെയാണ്? വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ, നാദിർഷയുടെ ഫിലിമാണ്. അപ്പൊ ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി നമ്മുടെ 31st റിലീസ് ആവുന്നത്. സ്റ്റാർ ഗലേറിയ സിനിമയിൽ നിങ്ങൾക്ക് ഇത് കാണാനുള്ള അവസരമുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഈ ലൈവിൽ കണക്ട് ചെയ്യുന്ന എല്ലാവരുടെയും പേര് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് ഇടും. അതിന്ന് ചെയ്യണം. അതിന്ന് 2 കോളേഴ്സിന് നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ ടിക്കറ്റ്, കപ്പിൾ ടിക്കറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. അടിപൊളി. മറന്നുപോയി. രാജ് ഫിലിംസ് ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഓവർസീസ് DCC ആൻഡ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നാദിർഷന്റെ പടം എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അല്ലേ? നമ്മൾ പടം എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റത്തെ ഇത് പടം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇവൻ ഉണ്ടായിരുന്നത് ഈശോ അല്ല, അതിന് മുന്നത്തെ ജയസൂര്യ അവരെല്ലാം കൂടെ കൂടി, അല്ല ജയസൂര്യ അവരെല്ലാം കൂടെ അമർ പറയണ്ട് എനിക്ക്. പക്ഷെ സ്റ്റാർട്ടിങ് സീനൊക്കെയാണ് ഓർമ്മ വരുന്നത്. ബൈക്കിലൊക്കെ ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്നത് മോളിയണ്ടിന്റെ അതല്ലേ? നീ എപ്പോഴും എന്തിനാ ഡ്രസ് ഇടുന്ന ചോദിക്കുന്നത്? അയ്യോ, രക്ഷയില്ലാത്ത കോമഡീസ് കുറെ രംഗങ്ങൾ കുറെ ഉണ്ട്. ദുരന്തം ഷാജി എന്തോ എന്തായാലും അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ സാജു നവോദയ, അപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സാജു നവോദയയുടെ ഇന്റർവ്യൂ ഈ വരുന്ന സാറ്റർഡേ UBL കാണാൻ പറ്റും. അപ്പോ അങ്ങനെ കുറെ വിശേഷങ്ങൾ ഒരുപാട്, ഇങ്ങനെ സിനിമ വിശേഷങ്ങൾ ഒരുപാട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവരെന്തായാലും. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതിന് മുന്നേ? അല്ല, അതിനു മുന്നേ നമ്മൾ രണ്ടുപേരും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മൾ എന്തോ ടോപ്പിക് ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് സിമി, അത് പോയി. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ടോപ്പിക് എടുത്ത് സംസാരിക്കാം. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു, അതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ഹാഫ് ഇയറിലെ ആ ഒരു പുതിയ റെസൊല്യൂഷൻ? എന്താ പ്ലേസ് ഒക്കെ ഫിക്സ് ചെയ്തു? ഇറ്റ് ഷുഡ് ബി സംവെയർ ലൈക്ക് ബാലി, തായ്ലൻഡ് ഒക്കെ. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയതാണ്. ബട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് സംവെയർ ഹാപ്പനിങ് പ്ലേസ് വെയർ ഐ കൻ ഷോപ്പ്, ഐ കൻ ജസ്റ്റ് ഫ്രീലി ആയിട്ട് നടക്കാൻ പറ്റണം. അങ്ങനെ ഒന്ന് ആഗ്രഹമുണ്ട്. ഇറ്റ് ക്യാൻ ഹാപ്പൻ, അല്ലെങ്കിൽ നടക്കാതെ ഇരിക്കാം. പക്ഷെ ഞാനത് ട്രൈ ചെയ്യും. ദാറ്റ് ഈസ് വൺ തിങ്. ദെൻ
ഇപ്പൊ ഇവിടുന്ന് നാട്ടിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എപ്പോഴും തന്നെ ഈ ഒരു വെക്കേഷൻ ടൈം ഒക്കെ ആകുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. നമുക്ക് ഷിപ്പിൽ പോകാനുള്ള ഇത് കൂടെ വരുന്നുണ്ടല്ലോ. പക്ഷെ ഷിപ്പ് കുറെ ദിവസം എടുക്കും. നമ്മള് എന്താ പറയാ ഒരു 15 days 20 daysനായിരിക്കും എല്ലാവരും പോകുന്നത്. അപ്പൊ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് തിരിച്ചു വരാനും ഒക്കെ തന്നെ നല്ല ടൈം എടുക്കും. അവിടെ സ്പെൻഡ് ചെയ്യാനും ടൈം ഉണ്ടാവില്ല. പക്ഷെ ഷിപ്പിൽ പോകാനും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും പോകാൻ പറ്റും. അതെ അതെ. ഇന്ന് രാവിലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഈ ഫ്ലഡ് വന്ന സമയത്ത് കുറെ ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസിനൊക്കെ ഒത്തിരി പേര് അപ്ലൈ ചെയ്ത് ഒത്തിരി ഇതുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇനി ഇപ്പം കാർ ഇൻഷുറൻസിന്റെ എന്തോ കറക്റ്റ് ടൈമിൽ അത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, സം എമൗണ്ട് അതിന്റെ ഒക്കെ സെറ്റിൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രീമിയം കൂടും. ദേ ആർ ബിക്കമിങ് സോ സ്ട്രിക്റ്റ് നൗ ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ദ ഇൻഷുറൻസ് പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ സ്ട്രിക്റ്റ്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇഫ് ദർ ഇസ് എനി പെൻഡിങ് എമൗണ്ട് ടു ഡു ഇറ്റ് അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചൂട് വരാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. എന്നാൽ ചൂട് കൊണ്ട് ഇനിയും ഇതിനേക്കാളും വലിയ ചൂടായിരിക്കും നമ്മളിപ്പോ ജൂലൈയിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. സ്റ്റിൽ പീപ്പിൾ ആർ ഗോയിങ് ഫോർ ക്യാമ്പിംഗ്. ഹാവ് യു ഹേർഡ് അബൌട്ട് എ വേർഡ് കോൾഡ് ഗ്ലാമ്പിംഗ്? അങ്ങനെ വല്ല കേട്ടിട്ടുണ്ടോ? ഈ ക്യാമ്പിംഗ് പോലെ തന്നെ പറയുന്ന സാധനം അത്ര ക്യാമ്പിംഗ് പ്ലസ് ഗ്ലാമറസ് ആയിട്ടുള്ള ഗ്ലാമറസ് ക്യാമ്പിംഗ് ആയിരിക്കും. ഓ മൈ ഗോഡ്. ഐ മീൻ ഇപ്പൊ ഈ മാൻഗ്രോവ്സിന്റെ ഒക്കെ അവിടെ പോയി ചെയ്യത്തില്ലേ? മേ ബി യുനോ ചൂടുള്ള സമയത്തും അവര് വേണമെങ്കിൽ ആയിട്ടുള്ള മേ ബി ടെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ദോസ് കൈൻഡ് ഓഫ് ക്യാമ്പിംഗ്. അപ്പൊ അതൊക്കെ ഇപ്പോഴും UAE അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ ദോ ദ ക്ലൈമറ്റ് ഇസ് ഇത്. അതുപോലെ തന്നെ മിറാക്കിൾ ഗാർഡൻ ഇത്രയും നാൾ തുറന്നിരിക്കുവായിരുന്നു. ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ക്ലോസ്ഡ് ഇൻ 1 or 2 days now because എനിക്ക് തോന്നുന്ന പൂക്കളെല്ലാം വാടി തുടങ്ങും. ചൂടായിരിക്കും. അപ്പൊ മിറാക്കിൾ ഗാർഡൻ ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് ഒക്കെ വരുന്ന സമയമാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ കുറയും. ഇനി ഇപ്പൊ ചൂടാകുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തിറങ്ങാൻ ചില ടൂറിസ്റ്റുകൾ ഉണ്ടല്ലോ, they prefer to come during the off season എന്നൊക്കെ പറയുന്നത്. അപ്പം പിന്നെ അതേപോലെ നമ്മുടെ ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് അത് ഓപ്പൺ ആയിരിക്കുന്നു. നമ്മുടെ ഫ്ലഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റീസെന്റ് അത് ഓപ്പൺ ആയിട്ടുണ്ട്, ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് എന്റർടൈനിങ് ആയിട്ട് ഇഷ്ടംപോലെ ഇത് വരുന്നുണ്ട്. പാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഫുള്ളി ആക്ച്വലി എയർ കണ്ടീഷൻഡ് ഒക്കെയാണ്. നമ്മൾ അതുപോലെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ചൂടൊന്നും ഫീൽ ചെയ്യത്തൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇൻസൈഡ് കുറെ പഠിക്കുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ദേ ക്യാൻ സീ ദ സ്കെലിറ്റൻസ്, അല്ലെങ്കിൽ ദേ ക്യാൻ സീ ദ ഈ പറഞ്ഞ പോലെ ഓരോ ആനിമൽസിന്റെ കൈൻഡ് ഓഫ് ഒരു അതിന്റെ ജനറേഷൻസ് എങ്ങനെയാ വന്നത്, അത് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു എഡ്യൂക്കേഷൻ മോഡ് ഓഫ് ഒരു പ്ലേസ് ആണ് അവിടെ. അപ്പൊ ശരിക്കും അതിപ്പോ അത് ഏത് ക്ലൈമറ്റിലാണെങ്കിലും ദുബായ് ക്രൊക്കഡൈൽ പാർക്കിൽ പോവാൻ പറ്റും. കാരണം നമ്മൾ അധികം ചൂടടിച്ച് നടന്നില്ല. മ്യൂസിയവും മറ്റേ ഒരു അണ്ടർ വാട്ടർ വേൾഡ് പോലെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ ഒരു ഏരിയ, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ വിളിക്കുന്ന നമ്പർ 0423822491. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ടോണി കമ്പ്യൂട്ടർ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എനിവേ വി ഹാവ് ടു ആസ്ക്. നമ്മൾ വിളിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വിളിക്കുന്ന എല്ലാ കോളേഴ്സിന്റെയും പേര് നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കാണാനുള്ള ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. കൂട്ടത്തിൽ വിളിക്കുന്ന 2 പേർക്കായിരിക്കും അതിന്റെ സമ്മാനം കിട്ടുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ UBL ബിസിനസ് സമ്മിറ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. UBL ബിസിനസ് സമ്മിറ്റ് ചാപ്റ്റർ 3 ആണ് നാളെ നടക്കാൻ പോകുന്നത്. ലാവൻഡർ ഹോട്ടൽ അൽ നഹദ വെച്ചിട്ട് 6:30 to 9:30 ആണ്. അതിനകത്ത് കുറെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതായത് കൊളാബറേഷൻ ആൻഡ് ബിസിനസ്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് ഇവന്റ്. അതെ, ഇനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സമയമുണ്ട്. നമ്മൾ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നതായിരിക്കും. അത് ഈ നമ്പറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അവിടെ സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലേ. ലാസ്റ്റ് ടൈം ഒക്കെ ബിസിനസ് സമ്മിറ്റ് പോയപ്പോൾ ഒരുപാട് പേരുണ്ട്. അവർ അത്രയും കീൻ അറ്റൻഷനോട് കൂടിയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നത്. ഓരോ ലൂപ്പ് ഹോൾസ് ഉണ്ടാവുമല്ലോ. ചില ആൾക്കാർക്ക് അതായിരിക്കും ഇൻട്രസ്റ്റ്, ചില ആൾക്കാർക്ക് വർക്കിംഗ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് വർക്കിംഗ് ചെയ്യുന്നതാണ് ഇഷ്ടം. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഒരു 9 to 5 ജോബ്, മേ ബി ലൈക്ക് 9 to 6 ആണെങ്കിലും അല്ലെങ്കിലും എവറി മന്ത് യു വിൽ ഗെറ്റ് എ സാലറി ഓർ സംതിങ്. നോ, പക്ഷേ നമ്മൾ ആലോചിക്കണം വി ഹാവ് എ ബോസ് ബട്ട് ദേ ഡോണ്ട് ഹാവ്. വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്ക് ഇതുവരെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടായിരിക്കും. ഐ എം ലൈക്ക് ഓൾവേസ് ഇൻ ദാറ്റ് മൈൻഡ്. എനിക്ക് അതെല്ലാം ഒരു ബിസിനസ് സെറ്റ് ചെയ്തതാണെങ്കിൽ ഞാൻ ബോസ് ആയിട്ടിരിക്കാം. ഐ കൻ നോട്ട് സ്ട്രഗിൾ മൈസെൽഫ്. ഹലോ ഇതാരാ? ലക്ഷ്മിയാണ്. ലക്ഷ്മി പാട്ട് പാടുന്ന ലക്ഷ്മി. എന്നാ ഉണ്ട്? അടിപൊളി. ലക്ഷ്മി വിളിച്ചപ്പോ തന്നെ നല്ല സൗണ്ട് ഉണ്ട്. ലക്ഷ്മി ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടിയിട്ടുണ്ട്. എന്നാ ഉണ്ട് ലക്ഷ്മി വിശേഷം?
സുഖമായിരിക്കുന്നു. ചൂട് തുടങ്ങിയല്ലേ? തുടങ്ങി നന്നായിട്ട് ചൂട് തുടങ്ങി. ലക്ഷ്മി പുറത്ത് എവിടെയോ പോയി മടുത്തിട്ട് വന്നിരിക്കുന്നു തോന്നല്ലോ. ഇല്ല ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ആ ഒരു ചൂട് തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴേക്കും. ഓക്കെ, ലക്ഷ്മി ഈ ഇടയ്ക്ക് ഏത് സീരീസ് ആകണ്ടേ? സീരീസ് ഈ ഇടയ്ക്കൊന്നും കണ്ടില്ല. പിന്നെ ഇവന്മാരിരുന്ന് മറ്റേ എന്താണ് സോംബിയൊക്കെ കാണും. ആ ലെവലാണോ? സോംബി അതൊക്കെ ഇരുന്ന് ചിലപ്പോ കാണും. അല്ലാതെ ലക്ഷ്മിയായിട്ടിരുന്ന് വെബ് സീരീസ് ഒന്നും നോക്കിയില്ല. ഇല്ല. ശരി, അത് പോട്ടെ. ലക്ഷ്മി ഈ ഒരു വീക്കില് എന്താണ് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിച്ചത്? വീണ്ടും എന്നെ നോക്കുന്നു ഫുഡിന്റെ. ഫുഡ് കഴിച്ചത് ഈ വീക്കെൻഡിൽ ഞങ്ങള് പുറത്തു നല്ലൊരു സദ്യ കഴിച്ചു. സദ്യ എവിടുന്ന്? സദ്യ എന്ന് പറഞ്ഞാ ചാർക്കോൾ ചിക്കൻ അതും കഴിച്ചു. അതും നല്ല സദ്യ എന്ന് പറഞ്ഞപ്പോ ഉടനെ ചാർക്കോൾ ചിക്കനിലേക്ക് ചാടി കഴിഞ്ഞു. ഇത് രണ്ടും കഴിച്ചു. ഉച്ചക്ക് നല്ലൊരു സദ്യ കിട്ടി. NSSന്റെ ഇതായിരുന്നു, ഗെറ്റ് ടുഗെദർ ആയിരുന്നു. അപ്പം അത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി വേറൊരു ഗ്രിൽഡ് ചിക്കനും സദ്യ കഴിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ അന്ന് രാത്രി പോയി ഗ്രിൽഡ് ചിക്കനും കഴിച്ചു. ഗ്രിൽഡ് ചിക്കൻ അല്ല, ചാർക്കോള്. ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈ വണ്ണം വെക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടോ? വണ്ണം ഉള്ള ആളാണോ മെലിഞ്ഞ ആളാണോ? ഞാൻ നല്ല മെലിഞ്ഞ ആളാ. ഭാഗ്യം. അതൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. അതാണ് കാരണം ഞാനിപ്പോ നേരത്തെ ഒരു കോളേജിനോട് പറയുമായിരുന്നു, സുജി ചിപ്സ് ഒക്കെ എടുത്ത് സുജി നന്നായിട്ട് കഴിക്കും. പക്ഷെ ഞാൻ ഒരെണ്ണം എടുത്ത് കരയും. അയ്യോ എന്റെ ദേഹത്ത് വരുമല്ലോ, എന്റെ കവിളൊക്കെ ചാടും അപ്പോഴേ. എന്റെ കവിളൊക്കെ ചാടാൻ ഞാനിങ്ങനെ വലിച്ചോണ്ട് എനിക്കൊന്നും വലിക്കേണ്ട കാര്യമില്ല, കവിളും കണ്ണും വരെ ചാടും. അതില് വരെ ഫാറ്റ് വരാതുള്ള. എനിവേ ദാറ്റ്സ് നൈസ് ടു നോ. ഏതെങ്കിലും ഒരു ഫുഡ് എനിക്ക് ഇനി കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ടൊക്കെ ഇസ് ഇറ്റ് എനി ഫുഡ് ദാറ്റ് യു വാണ്ടഡ് ടു ട്രൈ? എനിക്ക് എന്റെ അടുത്ത് എപ്പോഴും എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ, അത് നമുക്ക് വാങ്ങാന്ന് പറയും. അങ്ങനെ ഒരു ചില സമയത്ത് എനിക്ക് ഐസ്ക്രീം കഴിക്കണം ഞാനും വിചാരിക്കാറുണ്ട്. ഞാൻ കുറെ നാളായിട്ട് there is a sweet Lebanese sweet ആണെന്ന് തോന്നുന്നു, ബി ലബാൻ എന്ന് പറഞ്ഞിട്ട് വൈറലായിട്ട് തൊട്ടപ്പുറത്താ. മാംഗോ ഒക്കെ ഭയങ്കര ടേസ്റ്റിയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ബർഷയിലുണ്ട്. ഞാൻ കുറെ ലേറ്റ് ആയി, I went for something. അവിടെ നിന്ന് ലേറ്റ് ആയപ്പം ഞാൻ അത് വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. They have a kushri and all, right? അവർക്ക് ലോട്ടസ് ബിസ്ക്കറ്റിന്റെ അതിന്റെ ഉണ്ട്, കിറ്റ്കാറ്റിന്റെ ഉണ്ട്, പിന്നെ ഫെററോ റോഷറിന്റെ ഉണ്ട്. കഴിക്കാമല്ലോ. പക്ഷെ ഞാൻ പറയട്ടല്ലേ, സിമി പറയില്ലേ ഞാൻ കഴിക്കുന്നു, പക്ഷെ ഞാനും ഈ പറഞ്ഞ കൺട്രോൾ ചെയ്യും. കണ്ടു കഴിയുമ്പോഴത്തേക്കും കഴിക്കണം. പിന്നെ എനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കണ്ടേ, വിഷമം വരും എനിക്ക്. എക്സാക്ട്ലി. അല്ല, ലക്ഷ്മിക്ക് അത് മനസ്സിലാവുന്നു. നമ്മളിങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാലും നമ്മൾക്ക് പറയാൻ പറ്റില്ല നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഫാറ്റ് ഡെപ്പോസിഷൻ എങ്ങനെയാന്നുള്ളത് അതുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യും. എങ്ങനെയാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞ പോത്തുൻകാലം എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷില്ലേ, അത് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഐ റിയലി വോണ്ട് ടു ട്രൈ. അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഒക്ടോപസ് കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു, ഞാൻ കഴിച്ചു. നല്ല രുചിയാണ്. ഇത് സോയം ആക്ച്വലി ഇവിടെ കിട്ടും, UAE കിട്ടും. അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടോന്നായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ഫ്രോഗ് ഇല്ല, എനിക്ക് അങ്ങനത്തെ നോൺ വെജ് അത് ഇഷ്ടമല്ല കേട്ടോ. ഇതിപ്പോ തന്നെ ഈ ചിക്കന് ഫിഷ് എന്നൊക്കെ പറയുന്നത് തന്നെ, ഫിഷ് ഒന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. പിന്നെ മട്ടൺ ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓടും അതിന് കാര്യം. എനിക്ക് വേണ്ട. കോട്ടയത്ത് ഈ നമ്മുടെ അവിടെ ഈ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാലും ദേ ആർ വെരി ഗുഡ് റെസ്റ്റോറൻറ്റ്സ് കേട്ടോ. അപ്പൊ കരിമ്പുംകാല ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവരുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ ഒക്കെ തവളയുടെ കാല് വറുത്തത് കിട്ടും. ലക്ഷ്മി ഇപ്പൊ ഫോണിൽ ഞാൻ പോയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയിട്ടുണ്ട്. പുള്ളി കോട്ടയംകാരനാ. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഫ്രോഗൊന്നും കഴിച്ചില്ല, പക്ഷെ അവർക്ക് ഡിഫറെന്റ് വെറൈറ്റി സാധനങ്ങളുണ്ട്. പക്ഷെ അടിപൊളി നല്ല ഫിഷ് കറി ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഡക്കൊക്കെ നല്ല ടേസ്റ്റ്. ഡക്ക് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സിനിക് ബ്യൂട്ടിയാണ്. മിക്ക സിനിമയിലും നമ്മൾ ആ ഭാഗം കാണാറുണ്ട്.
എങ്ങനെ പോകുന്നതാണ്. അവിടെ ഇങ്ങനെ താറാവുകൾ ഇങ്ങനെ പോണാണ്. അവിടെ ഉണ്ടല്ലോ ശരിക്കും വഴിയിൽ ഇങ്ങനെ നമ്മള് പോകുമ്പോ കരിമീൻ ഇതൊക്കെ ആയിട്ട് നിക്കുന്ന കാണില്ലേ. അതെ അത് കുമരക ഭാഗത്ത്. കുമരക ഓയില് കുടിക്കും, ഈ ബോട്ടിന്റെ ഓയില് കുടിച്ചതൊക്കെയാണ് മരിച്ചു കിടക്കുക. അങ്ങനെയുള്ളതിനെയൊക്കെ ഇവര് വന്ന് നമ്മള് ശരിക്കും വയറൊക്കെ അപ്സെറ്റ് ആവും, പ്രശ്നമാവും. ഫിഷ് വാങ്ങിച്ച് കഴിക്കണം. ഞങ്ങളുടെ അടുത്താ ഈ വേമ്പനാട് ലേക്ക് ഒക്കെ ഇല്ലേ, വേമ്പനാട് അതിന്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിലും ഇതുപോലെ തന്നെ ഇതുപോലെയൊക്കെ കിട്ടും. അവിടെ ഒരു റിസോർട്ട് ഉണ്ടല്ലോ, വിൻസർ കാസിൽ. വിൻസർ കാസിൽ ഉണ്ട്. അല്ല വേറെ ഉണ്ട്. ആണോ? വേറൊരെണ്ണമുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കരിമീനൊക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ വേറൊരു രുചിയാ. അതെ, നമ്മള് ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് മൊത്തത്തിൽ പോയി. ലക്ഷ്മി ഞാനിത് മിണ്ടാതിരിക്കുവായിരുന്നു. അയല് പൊള്ളിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കും. അതിനുശേഷം നല്ല പാലപ്പം തരും, കള്ളപ്പം തരും. കുറച്ച് കൊളാക്കൂ മതി മതി, സിമി കൺട്രോൾ ചെയ്യും. പിന്നെ ഇവിടുത്തെ കാലിക്കറ്റ് സ്ക്വയറോ കാലിക്കറ്റ് പാരഗൺ അങ്ങനെ ഏതൊരു ഹോട്ടലിൽ ഞാനൊരു ഫിഷ് കറി കഴിച്ചു. കാലിക്കറ്റ് പാരഗൺ ആയിരിക്കും. ആയിരിക്കും. നല്ല ഈ മഞ്ഞ കളറിൽ, അതായത് തേങ്ങാപ്പാലിൽ ഇങ്ങനെ നല്ല ഫിഷ് കറി. എവിടെയാ താമസിക്കുന്ന? സാധനമാണ് ഈ ഭക്ഷണം. അതെ, ലക്ഷ്മി കരാമയിലെ കടവ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മീൻ കറി. ഞങ്ങളിനി അവരുടെ ഞങ്ങൾ ആഡ് പറഞ്ഞതിന് ഞങ്ങള് കാശ് മേടിക്കണം. അതെ, നോ പ്രോബ്ലം ലക്ഷ്മി. ഫുഡ് അവിടെ നിർത്താം, നമുക്ക് ഗെയിമിലേക്ക് പാട്ട്. ശരിയാണ്, സോറി. ഒരു പാട്ട് പാടിയിട്ട് ഗെയിമിലേക്ക് പോവാം. ആയിക്കോട്ടെ, പാട്ട്. ഏത് പാട്ട് പാടും? ഏതുള്ള പാട്ട് പഠിക്കും. മാതാപിതാക്കളെ മാപ്പ് അത് പാടണം. അത് വേണ്ട. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, എന്റെ തീന്മാവിൻ കുഞ്ഞാലാടാൻ വാ, കാവേരി തീരത്തോ കാറ്റരുവിയോരത്തോ പറഞ്ഞു തരാൻ അറിയുള്ളൂ. പോയോ? തീർന്നോ? അവിടെ കൊണ്ട് തീർന്നു. സാധാരണ ആൾക്കാരോട് പാട്ട് പാടാൻ പറയുന്നുണ്ട് പ്രമദവനം, അവിടെ പോകും. അല്ലെങ്കിൽ ഭയങ്കര പാട്ടുകള്. ഒന്നാം കുന്നിന്മേൽ എവിടെ തോപ്പിച്ചു. പെട്ടെന്ന് ഇതെങ്ങനെ മൈൻഡിലേക്ക് ശരിക്കും പറഞ്ഞോണ്ടല്ലോ, മറ്റേ പാലും പഴവും കൈകളിലേന്തി പോലെ ആയിപ്പോയി. ഏത് പാട്ട് വേണം പറഞ്ഞു. വേറെ ഒന്നും ഉണ്ടല്ലോ, ഒന്നാമല കേറിപ്പോവേണ്ടേ അവിടുന്ന് തലയെ കുത്തി. അതുപോലെ എനിക്ക് ഒന്നാനും കൊന്നിന്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ലക്ഷ്മി എന്തായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാനുള്ളതാണ് ഫ്ലോറിൽ കേട്ടോ. വേഗം പറ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഫുഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റാർട്ട്. ഞാനാ തുടങ്ങിയത്, എനിക്കറിയാം, ഞാനാ തുടങ്ങിയത്. സ്റ്റോപ്പ് പറഞ്ഞു. എവിടെ മ്യൂസിക് ആണെന്ന് തോന്നുന്നു. മ്യൂസിക്. ഓക്കെ, ലക്ഷ്മി ടി വി ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം പറഞ്ഞൊരു ആവേശം ഇതില്ലിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടെൻഷൻ ആവുന്നു. ഒന്നും കൂടെ സ്റ്റാർട്ട് സ്റ്റോപ്പും പറയാമോ? പറയട്ടെ. നമ്മുടെ സ്വന്തം GK വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. ക്വസ്റ്റ്യൻ ഒറ്റ പ്രാവശ്യം പറയുള്ളൂ കേട്ടോ. ചോദിക്കാം. അപ്പൊ നമുക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? നമ്മൾ മൂവിയെ പറ്റി ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പൊ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിൽ അർജുൻ അശോകന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ വായിക്കാൻ പറ്റും. സത്യദാസ്, രാമദാസ്, ആനന്ദ് ദാസ്. ആനന്ദ് ദാസ്. സത്യദാസ്, രാമദാസ്, ആനന്ദ് ദാസ്. ഞാൻ ലിയോദാസ്. എന്താ ഒന്നുകൂടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിലെ അർജുൻ അശോകന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? സത്യദാസ്, രാമദാസ്, ആനന്ദ് ദാസ്. പെട്ടെന്ന് പറയൂ, ഏതോ ഒരു ദാസ്. ആനന്ദദാസ്. നല്ല ഭംഗിയായിട്ടുള്ള കറങ്ങി കുത്ത്. അത് തന്നെ ലക്ഷ്മി, ആ മൂഡ് പോലെ തന്നെ കറക്റ്റ് ആൻസർ ആയിന്ന്. കറക്കിയതാണോ? ലക്ഷ്മി എടുത്തപ്പോ തൊട്ട് നല്ല ഹാപ്പി മൂഡിലാണല്ലേ. ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കുന്നു, ഞാൻ ലിയോദാസ് ആണ്. ലിയോ മൂവിക്കകത്ത് വിജയുടെ പേരാണ് ലിയോ. അപ്പൊ ലക്ഷ്മി വീണ്ടും അടുത്തത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. എനിക്ക് ഇവിടെ ഗിഫ്റ്റ് കിട്ടിയിട്ട് വേണം നെക്സ്റ്റ് വീക്ക് ഇവിടെ വരാൻ. അയ്യോ, ആരും കേട്ടില്ല കേട്ടോ. അവിടെ കേട്ടു.
സ്റ്റോപ്പ്. സുജിയാണ് ലക്ഷ്മിക്ക് ഇവിടെ സ്റ്റോപ്പ് അറിയിച്ചോണ്ടിരിക്കുന്നത്. GK ഹാട്രിക് അതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. ഞാനല്ലേ പറഞ്ഞു അതുകൊണ്ട്. ആ പാട്ട് ഇപ്പൊ തലക്കകത്ത് കയറി കേട്ടോ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാ? കാർട്ടോസാറ്റ് 1, മെറ്റ്സാറ്റ് 1, വിസാറ്റ് റീസാറ്റ് 1. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ്? A, B or C? കാർട്ടോസാറ്റ്, മെറ്റ്സാറ്റ്, റീസാറ്റ്. എല്ലാത്തിനും കൂടെ ഒന്നുണ്ടേ. എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു. യുവർ ടൈം ഇസ് റണ്ണിങ് ഔട്ട്. ലക്ഷ്മി, ഞാൻ ഓപ്ഷൻ പറയില്ല കേട്ടോ. അത് സെർച്ച് ചെയ്യാൻ പോയതല്ലേ ലക്ഷ്മി? പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേനെ ഇപ്പം. ഓക്കെ, ഗൂഗിൾ എടുത്ത് റീസ്റ്റാർട്ട് ചെയ്തോണ്ടിരുന്നോ? ലക്ഷ്മി, തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ അത് അനുവദിക്കത്തില്ല കേട്ടോ. യു ഷുഡ് സേ പെട്ടെന്ന്. കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണ്. ഗൂഗിള് തെറ്റ് പറയാറില്ല. അതെ. അല്ല, ഒരു ഇന്റർനാഷണലിൽ വേറൊരെണ്ണം ഉണ്ടല്ലോ. അത് ഗൂഗിൾ പറഞ്ഞല്ലേ, ഇത് ഞങ്ങളുടെ ഉത്തരവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. പെട്ടെന്ന് സ്റ്റാർട്ട് സ്റ്റോപ്പ്. അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. വീണ്ടും GK അടിപൊളി. ഇന്ന് ഹാട്രിക് ആണ് എല്ലാവർക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും, ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? 2008, 2011, 2013. അടിപൊളി. 2011 ആണോ 2010 ആണോ? അതെ. ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത്? പെട്ടെന്ന് പറയൂ. 2011, 2013 അല്ലേ ഓപ്ഷൻ? അല്ല, 10, 8, 11, 13. 10, 11, 8, 10, 11. സമയം പോയി. 5, 4, 11. ഓക്കെ. ലക്ഷ്മിനെ പിള്ളേരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്ന ഇങ്ങനെ. 2010 ആയിരുന്നു. ഓക്കെ, ലക്ഷ്മി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി. ലക്ഷ്മി ഇനി വിളിക്കണം കേട്ടോ. ഇറ്റ്സ് നൈസ് ടോക്കിംഗ് ടു യു. വി വിൽ ടോക്ക് മോർ അബൌട്ട് ഫുഡ്. ഓക്കെ, ബൈ ബൈ ലക്ഷ്മി. അപ്പൊ അടുത്ത കോള്. ഹലോ. ഇതാരാണ്? രശ്മി. ഓക്കെ, രശ്മി എവിടുന്നാ? ഷാർജ. എന്ത് ഞങ്ങളെ വിളിച്ചിട്ടുള്ളതാണോ നേരത്തെ? ഞാൻ ഒരുപാട് മുന്നേ വിളിച്ചിട്ടുള്ളതാ. ഒരുപാട് മുന്നേ ആണല്ലേ? അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടായി പോയി. അതെ. എന്ത് പറ്റി? അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട് ഷിഫ്റ്റിങ് അങ്ങനെ പിന്നെ ഞങ്ങള് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തതായിപ്പോയല്ലേ? അതാണ് TV ഓൺ ചെയ്തിട്ടില്ല. അത് മോശമായി. പുതിയ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ 3-in-1 മറന്നു അല്ലേ? രശ്മി ജോലി ചെയ്യുന്ന ആളാണോ അതോ ഹൗസ് വൈഫാണ്? ഓക്കെ, ഹൗസ് മേക്കർ ആണ് രശ്മി. അപ്പം ഞങ്ങളെ മുന്നേ വിളിച്ചിട്ടുണ്ട്. രശ്മി ഹോബീസ് എന്തൊക്കെയാ? ഞാനതാ ചോദിക്കാൻ വന്നത്. ആളെ പിടികിട്ടാൻ വേണ്ടിട്ടാ. അതെ. ഞാൻ ചുമ്മാ റീൽസ് ഒക്കെ ചെയ്യും. അതെ, ഓക്കെ. കൂടുതൽ ഏതിലാണ്? ഇൻസ്റ്റയിലാണോ ടിക്ടോക്കിലാണോ? ഇൻസ്റ്റയിലാണോ? ഈ അടുത്ത് ഏതൊരു റീലിന്റെ പാട്ട് പറയൂ. ഹീരാമണ്ടിയാണോ? ഈ അടുത്തിടയ്ക്ക് ചെയ്തൊരു ഞാനും മോള് ചെയ്യും. അപ്പൊ മോള് കൂടെ അങ്ങനെ. മോള് ഡാൻസ് ആണോ ചെയ്യാറ്? ഡാൻസും ചെയ്യും, ഡയലോഗും ചെയ്യും. ഈ അടുത്ത് ചെയ്ത് ഏതാന്നാ ചോദിച്ചേ? അടുത്ത് ചെയ്തത് മോള് മറ്റേ അച്ചച്ചോ എന്നുള്ള പാട്ട്. അതല്ല, മനസ്സിലായി. എനിക്കിതൊന്നും ആഗ്രഹമുണ്ട്, പക്ഷെ കളിക്കത്തില്ല. ഒന്നും പറയുന്നില്ല. ഞാൻ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? പിന്നെ വളരെ കുറച്ച്. കൈകൊണ്ടും മുഖകൊണ്ടും മതിയോ? നമ്മള് ക്രോക്കഡൈൽ പാർക്കിൽ പോയപ്പോ ഒരു റീൽസ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ അന്ന് നടത്തിയ പ്രാക്ടീസ് ഉണ്ടല്ലോ. എല്ലാം കഴിഞ്ഞപ്പോ സിമി ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സിമി എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു. ഞാൻ എന്തോ ചെയ്തത്. ഇവരെല്ലാം ഭയങ്കര 2 സ്റ്റെപ്പേ ഉള്ളൂ. ഗുണ്ടുമല്ലി 2 രൂപ. റീൽ ഞാൻ കണ്ടിരുന്നു. ഗുണ്ടുമല്ലി 2 രൂപ. ഇത്രയും കാണിച്ചാൽ മതി. ഇവരൊക്കെ കാണിക്കുന്ന ഇങ്ങനെയൊക്കെ വെച്ച് കാണിക്കുന്നു. ഞാൻ ഗുണ്ടുമല്ലി 2 രൂപ
കഴിഞ്ഞു. അതൊക്കെ ഇല്ല, ആദ്യം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാരും പഠിപ്പിക്കുന്നുണ്ട്. സിമി മാറി നിന്നിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. അല്ല, പൊതുവെ എന്റെ ഒരു അപ്രോച്ച്, ചിലവർ ഇങ്ങനെയില്ലേ മുഖത്ത് എപ്പോഴും ഒരു പുച്ഛഭാവമുള്ളവര്. അതാ ഞാൻ. അപ്പൊ നമുക്ക് എന്തായാലും രശ്മിയുടെ റീൽസ് ഒക്കെ ഒന്ന് നോക്കട്ടെ. സുജി ഭയങ്കര ഡാൻസ് ആവട്ടോ. അതെവാ. സുജി എങ്ങനെയാണെന്ന് അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വരെ ഡാൻസിലൂടെ. ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് പോകുന്നു ഡാൻസിൽ. അതിന് പുറകിലാണ് പുച്ഛവുമായിട്ട് ഞാൻ. ഞങ്ങളുടെ ഇവിടെ റീൽസുകാർ കുറെ പേരുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ചാനലിന്റെ ഇതില് കാണാറുണ്ട് ചില സമയത്തൊക്കെ. ആണല്ലേ, ഞങ്ങള് ഇനി ഞങ്ങള് രശ്മിയുടെ നോക്കാം. അപ്പൊ ഇനി ഇന്ന് വിന്നായി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒന്ന് റീൽസും ചെയ്യാം. രശ്മി. അപ്പൊ രശ്മിയെ, ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഉത്തരം എല്ലാം കറക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വിളിച്ച കോളേഴ്സിൽ നിന്ന് 2 കോളേഴ്സിന് നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള സിനിമയുടെ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും ഉണ്ടാവട്ടെ. ഇനി അതും അല്ലെങ്കിൽ രശ്മി എന്തായാലും ഹോം മേക്കർ ആണല്ലോ, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ UBLന്റെ ബിസിനസ് സമ്മിറ്റ് നടക്കുന്നുണ്ട് നാളെ, അതിന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഓപ്ഷൻസ് തരുന്നുണ്ട്. എത്ര ഓപ്ഷൻസ് ആണെന്നറിയോ? ഞങ്ങൾ ഇത്ര നാളും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞോ. രശ്മി ചിരിച്ചിട്ട് തീരുന്നില്ല. അച്ചോ അച്ചോ അച്ചോ. നമുക്ക് ഇന്നതൊക്കെ മ്യൂസിക് ആണോ? മ്യൂസിക് ആണോ? യെസ്. അപ്പൊ TV വെച്ചിട്ടുണ്ടോ? ലക്ഷ്മി പാട്ട് പാടുവോ? ഇല്ല, പാടാറില്ല. ഉടനെ തന്നെ ഉത്തരം വന്നു ഞാൻ പാടില്ല. ഏതാണ് സിനിമ എന്ന് തിരിച്ചറിയണം. അത് കേട്ടോളൂ. കേട്ടോ ടിവിയില് സൗണ്ട് വെച്ചോ. തണുക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. കോൾഡ് ആയതുകൊണ്ടായിരുന്നു. ഏത് സിനിമയിലെ BG ആണെന്നാണ് പറയേണ്ടത്. കാതൽ കൊണ്ടേൻ കോവിൽ 7G റെയിൻബോ കോളനി. എനിക്ക് ഒരു പിടിയില്ല, എന്നാലും ഓപ്ഷനെ എനിക്ക് ഓർത്തിരിക്കേണ്ടത്. ഇത് 3 അടിപൊളി പടങ്ങളാണല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ട്. ഇത് കാതൽ കൊണ്ടേൻ എന്തായാലും അല്ലായിരുന്നു, അല്ല കോവിലായിരുന്നു. കോവിൽ. എന്തായാലും രശ്മി പറഞ്ഞു എന്തോ പറയാൻ വന്ന സിനിമ. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോയത്. അല്ല, രശ്മിയായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോയത്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി സ്ഥിരമായിട്ട് വിളിക്കണം കേട്ടോ, 3-1 ഒഴിവാക്കിയിടും പറ്റില്ല. ഇനി സിമി പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അച്ചോ 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 മനസ്സിൽ നിന്ന് പോകുന്നില്ല. എനിവേ, നമുക്ക് പോവാൻ സമയമായതോ. നമുക്ക് ഇനി കോളേഴ്സ് ഉണ്ടോ? നമുക്കൊരു ചെറിയ ബ്രേക്ക് പോയിട്ട് നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഇല്ലേ, അതിന്റെ ലക്കി ഡ്രോ വേണം. Three in one. Powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. Jalrock, building a strong ecosystem to empower the nation. Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. വെൽക്കം ബാക്ക് ടു 3 in 1. അപ്പൊ നമ്മുടെ കയ്യിൽ ആരാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി നമ്മൾ UBL ടീമിന്റെ കൂടെ കാണാൻ പോകുന്നത് നോക്കാം. അതെ, നമ്മൾ ഇന്ന് വിളിച്ച എല്ലാവരുടെയും പേര് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പിടിക്കാൻ കേട്ടോ, കാരണം ഐ വാണ്ട് യു ടു ടേക്ക്. ഓക്കേ, ഞാൻ ഐശ്വര്യമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഐശ്വര്യമുള്ള കാര്യങ്ങൾക്കെല്ലാം എന്നെ വിളിക്കാറുള്ളൂ. കർത്താവേ. ഓക്കെ, ഐശ്വര്യമായിട്ട് ഫസ്റ്റ് പേര് ഞാൻ പറയാം. നമ്മുടെ സ്വന്തം ലക്ഷ്മി. ലക്ഷ്മി ഇത്രയും ഫുഡിനെ പറ്റി, അതെ, പാട്ട് പാടി ഫുഡിനെ പറ്റി കുറെ പറഞ്ഞു. അപ്പൊ പിന്നെ ലക്ഷ്മിക്ക് എന്തായാലും കൊടുക്കണമല്ലോ. ഐശ്വര്യമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു വാവ് ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി ഫേമസ് ആയില്ലായിരുന്നോ? വാവ് ആയിട്ട് അതുപോലെ. ഓക്കെ, അപ്പൊ സെക്കൻഡ് 2 പേർക്ക് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സെക്കൻഡ് ആരായിരിക്കും? സെക്കൻഡ് ഈസ് രശ്മി. ലക്ഷ്മിയുണ്ട്, രശ്മിയുണ്ട്, 2 പേരും. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ 31st വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കാണാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ് ലക്ഷ്മി ആൻഡ് രശ്മി. റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് പോവാൻ സമയമായി. ഞങ്ങളെ വിളിച്ച് അപ്പൊ നാളെ നിങ്ങൾ എന്തായാലും UBL ടീമായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഫ്രൈഡേ ഒരു സാറ്റർഡേ നിങ്ങൾക്ക് വന്ന് പടം കാണാവുന്നതാണ്. എന്നാണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സമ്മിറ്റ് നാളെ
6:30 to 9:30 ലാവൻഡർ ഹോട്ടൽ അൽനാദയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. UBL ബിസിനസ് സമ്മിറ്റിന്റെ ചാപ്റ്റർ 3 ആണ് നടക്കാൻ പോകുന്നത്. ഇനി രജിസ്റ്റർ ചെയ്യാൻ ഇനിയും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സ് പറഞ്ഞിരുന്നു, അതിൽ രജിസ്റ്റർ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ TV-യിൽ ഒരു QR കോഡ് കാണിക്കുന്നതാണ്, അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അവസരമായിരിക്കും ഇത്. തീർച്ചയായിട്ടും കൊളാബറേഷൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഇൻ ബിസിനസ്. അതെ, തീർച്ചയായിട്ടും. അപ്പം UBL ബിസിനസ് മീറ്റ് മറക്കണ്ട, ദാറ്റ് ഈസ് ഓൺ വെനസ്ഡേ. നാളെ തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന എല്ലാവരും തന്നെ പോവാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കാണാനുള്ള ടിക്കറ്റ് ഇപ്പം ലക്കി ആയിട്ടുള്ള 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ നമ്മളുടെ കൂടെ 30% UBL ടീമുമായിട്ടും എല്ലാവരുമായിട്ടും നമുക്ക് സിനിമ കാണാൻ പോവാം. പിന്നെന്താണ്, നമ്മൾ കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇന്ന്. നമുക്ക് കുറേ പുതിയ കോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് എല്ലാം അടിപൊളിയായിരുന്നു. സോ കീപ് സപ്പോർട്ടിങ് us. Stay safe and stay blessed. It's bye from Simi and bye from Sujita. Good night. Good night.